ഇതാണ് നമ്മളെല്ലാവരും ലക്ഷങ്ങളെ നായ കാവൽ നിർത്തിയെന്നൊക്കെ പറയുന്നത്. റെഡ് ഐവറി, ഇത് കസ്തൂരി എന്നും പറയും, ബ്ലാക്ക് മാംഗോ എന്നും പറയും. ജൈൻ്റ് ഐവറി. പിന്നെ ഇത് കോട്ടർക്കോണം. ഇത് പഴുത്ത് വരുമ്പോൾ ഈ കളറായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തിരുവനന്തപുരത്തിൻ്റെ മാങ്ങ. ഇതാണ് ഏറ്റവും ഫേമസ് ഹിമ പസന്ത്. എല്ലാവരും വന്ന് കാണണം. നല്ല രസം. ഇതൊക്കെ വെറൈറ്റി ഉള്ള മാങ്ങകൾ അറിയാൻ പറ്റും. ഇത്രയും വെറൈറ്റി മാങ്ങ ഞാൻ എങ്ങനെയും കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലും 10-18 ഐറ്റം ഉണ്ട്. എങ്കിലും അതിൽപരമായിട്ട് നല്ല ഫ്രൂട്ട്സ് കാണുന്നുണ്ട്. അതിൻ്റെ തൈകളൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല മാമ്പഴപ്പായസമായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. സൂപ്പർ. എങ്ങനെയെങ്കിലും എത്തിച്ചേരാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നേരിട്ട് തന്നെ വരിക. ഇഷ്ടമുള്ള തൈകളെല്ലാം നോക്കിയെടുക്കാനുള്ള അവസരമുണ്ട്. ഫ്രൂട്ട്സ് പ്ലാന്റും എല്ലാം ഉണ്ട്. എല്ലാം കായുള്ളത് തന്നെയുണ്ട്. മാംഗോ ഫെസ്റ്റ് ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ചിഞ്ചുറാണി മിനിസ്റ്ററാണ് ഉദ്ഘാടനം. ബഹുമാനപ്പെട്ട MLA സുജിത് വിജയൻ പിള്ള, അതുപോലെ വിശിഷ്ട വ്യക്തികൾ, സവിതാ ബീഗം, മറ്റുള്ള എല്ലാ പ്രിയൻ ട്രിബല്ലോ, മറ്റുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളും പങ്കെടുത്ത ചടങ്ങ് അവാർഡ് ദാനത്തോടുകൂടി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഉദ്ഘാടന ചടങ്ങിന് എല്ലാവരും നമ്മുടെ മാംഗോ സെയിലിലാണ് നമ്മൾ. ഇപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പരിചയപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് ഇവിടെ കായോടുകൂടിയുള്ള തൈകളാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ചക്കരക്കുട്ടി ആയാലും ബനാന മാംഗോ, നാംടോക്കുമായി ഇതെല്ലാം കായ്ച്ച തൈകൾ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നേരത്തെ വന്നാൽ എല്ലാവർക്കും തൈകൾ വാങ്ങിക്കാം. പിന്നെ തീർന്നു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എന്നെ വഴക്ക് പറയരുത്, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് മാമ്പഴ പായസമുണ്ട്, നാടൻ നെയ്യുണ്ട്, നമ്മുടെ വെളിച്ചെണ്ണയുണ്ട്, കോഴിമുട്ട, താറാമുട്ട മുതൽ എല്ലാ വിഭവങ്ങളും ഉണ്ട്. നാടൻ പശുവിൻ്റെ ശിഷ്യ 2 തരം നെയ്യുണ്ട്. നാടൻ പശുവിൻ്റെ വെച്ചൂർ പശുവിൻ്റെ നെയ്യുണ്ട്. പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണയുണ്ട്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, നമ്മുടെ മില്ലാട്ടിയ വെളിച്ചെണ്ണയുണ്ട്. പിന്നെ സാദാ നെയ്യുണ്ട്. പിന്നെ എല്ലാവിധമായ തൈകളും ഉണ്ട്. നമ്മളിവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന എല്ലാ മാങ്ങകളുടെയും തൈയുണ്ട്. പിന്നെ ഫലവൃക്ഷങ്ങളുടെ എല്ലാം തൈയുണ്ട്. മാംഗോ ഫെസ്റ്റ് നടക്കുന്നത് ഇപ്പോൾ ഇന്ന് ഏപ്രിൽ 25 മുതൽ ഇന്നായിരുന്നു ഉദ്ഘാടനം. 25 മുതൽ 29 വരെയാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ഫെസ്റ്റ്. അപ്പം ഞായറാഴ്ചയിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. അതായത് നാളെ ഉണ്ടായിരിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എല്ലാ മാങ്ങകളും അതുപോലെ അതിൻ്റെ പ്രോഡക്ട്സുകളും എല്ലാം ലഭ്യമാണ്, തൈകളും. ഇപ്പോൾ ഇൻ കേസ് നമുക്കിത് വരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ, വാട്സപ്പ് ഇട്ട് കഴിഞ്ഞാൽ, അതിൻ്റെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 ദിവസം വരെ വലിയ തിരക്കായിരിക്കും. അത് കഴിയുമ്പോഴത്തേനും നമ്മൾക്ക് കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും. ഉൽപ്പന്നങ്ങളായാലും നെയ്ക്കൊക്കെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും അയച്ചു തരാം. അത് ഈ ഫെസ്റ്റ് കഴിഞ്ഞിട്ടേ അയക്കത്തുള്ളൂ. മാമ്പഴം അതുപോലെ തന്നെ പകുതി മാമ്പഴമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം മാവിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊറിയർ സർവീസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മാങ്കോ തെര, നെയ്യ്, ഉരുക്ക് വെളിച്ചെണ്ണ, എന്ത് സാധനമായാലും ഞങ്ങൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ ബുക്ക് ചെയ്തിരുന്നാൽ മതി, നമ്പറിട്ട് ബുക്ക് ചെയ്തിരുന്നാൽ മതി. ഒരുപാട് നാളത്തെ കഷ്ടപ്പാട്, അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഈ ദിവസം എന്ന് പറയുന്നത് അല്ലേ? എന്താ പറയാനുള്ളത്? ഒത്തിരി സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ എല്ലാവരും വന്ന് സഹകരിക്കുന്നതും അതുപോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നത്, അതിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന പോലെ ഞങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. ശരിക്കും ഒരു കുടുംബം പോലെയാണല്ലേ? എല്ലാ വർഷവും ഒരു ഒത്തുചേരലാണത് അല്ലേ? ഒരു സ്നേഹം. വരുന്ന പ്രതികരണം എങ്ങനെയുണ്ട്? പുതുതായിട്ടൊക്കെ ഈ ഫെസ്റ്റ് കാണാൻ നല്ല പ്രതികരണമാണ്. നിങ്ങൾ കണ്ടില്ലേ, എല്ലാവരും അതായത് 24-25 വർഷത്തോളം എൻ്റെ കൂടെ തന്നെ നടക്കുന്നവരാണ് ഈ കൂടുതൽ. അപ്പോൾ അവരെ വന്ന് കണ്ട്, അതായത് മാവന്തോട്ടം വന്ന് കണ്ട്, പഴയ മേയറായിരുന്നു സരിത മാഡം, നേരിട്ട് വന്ന് കണ്ട്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളാണ് അവർ പങ്കുവെച്ചത്. അപ്പോൾ എൻ്റെ കൂടെ 24 വർഷമായിട്ട് ഉള്ളതാണ്, യാത്രയിൽ കൂടെയുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട MLA, അതുപോലെ മിനിസ്റ്റർ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു സ്നേഹം, സപ്പോർട്ട്, അതൊക്കെയാണ് നമുക്ക് ഈ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു തോന്നൽ തരുന്നത്. ഇതുവരെയുള്ള വർഷങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷം ഒരുപാട് അല്ലേ? അതെ, പ്രത്യേകതകളുണ്ട്. ഓരോ വർഷവും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്ര പ്രത്യേകതകളോടുകൂടി, അതായത് മാങ്ങയായാലും പ്രോഡക്ട്സ് ആയാലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരുപാട് കഷ്ടപ്പാടുണ്ട്. എങ്കിലും ഇപ്പോൾ തന്നെ ഇത്രയും ചൂടിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ
ഞങ്ങളിത് ഒരുക്കിയത് തന്നെ ആളിൻ്റെ ഇത്രയും ചൂടായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം പേര് വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? പക്ഷേ ഇതുപോലുള്ള വർഷങ്ങൾ വെച്ച് നോക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് ഈ വർഷമാണ്. 2 ദിവസം മുമ്പേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ, നിങ്ങളെ പോലുള്ളവർ എല്ലാവരും വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അതുകൊണ്ട് ഇവിടെ അറിഞ്ഞറിഞ്ഞ് ഇന്നലെയൊക്കെ ഇവിടെ ഒരുപാട് പേര്, ഞങ്ങൾ രാത്രി 2 മണിക്കാണ് പോയത്. അപ്പോഴൊക്കെ ഇവിടെ വണ്ടി നിർത്തിയ ആൾക്കാർ തുടങ്ങിയോ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മളുടെ ഒരു സ്നേഹമാണ്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ്. കുറച്ച് നല്ല വെറൈറ്റികൾ നോക്കിയാലോ. ഇത് ഈ മാങ്ങയാണ് ചക്കരക്കുട്ടി. ഈ വർഷം ഈ മാങ്ങ നമ്മൾ പല വർഷത്തെയും പോലെ എല്ലാവരുടെ ആവശ്യം പ്രകാരം നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്ക് ഓരോന്നെങ്കിലും കൊടുക്കാൻ നമുക്ക് പറ്റും. പിന്നെ ഇതാണ് ചന്ദ്രക്കാരൻ. നമ്മൾ പാലക്കാട് വന്നപ്പോൾ കണ്ടില്ലേ, ചന്ദ്രക്കാരൻ മാങ്ങയാണിത്. ഇതാണ് നമ്മുടെ 3 മാങ്ങ നമ്മൾ പറിച്ചിട്ടുണ്ട് ഇവിടെ. റെഡ് ഐവറി. ഇതാണ് നമ്മളെല്ലാവരും ലക്ഷങ്ങൾ നായ കാവൽ നിർത്തിയെന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിക്കുന്ന വലിയ ഹൈക്ക് അതിനകത്തില്ല. പക്ഷേ കാണാനുള്ളൊരു കാഴ്ച, അതുപോലെ തന്നെ ടേസ്റ്റ്, ഒരു ഫെസ്റ്റിൻ്റെ ഒരു കൗതുകം. ഇത് ഡോക്ടർ കണ്ണൻ എനിക്ക് ഗിഫ്റ്റ് തന്ന. എൻ്റെ ഇത് പഴുത്തുപോയി ഇന്നലെ പാലക്കാട് നിന്ന് കൊണ്ടുവന്നതും പഴുത്തുപോയി. അപ്പോൾ രാവിലെ ഡോക്ടർ കണ്ണൻ കൊടുത്തു വിട്ടതാണ്. ഇത് കസ്തൂരി എന്നും പറയും, ബ്ലാക്ക് മാംഗോ എന്നും പറയും. ഇത് കണ്ണൻ ഡോക്ടർ രാവിലെ കൊടുത്തു വിട്ടതാണ് ഫെസ്റ്റിന് വയ്ക്കാനായിട്ട്. ഇവിടെയുണ്ട് വലിയ മാവുകൾ. പക്ഷേ ഡോക്ടർ കണ്ണനാണ് ആദ്യം കായ്ച്ചത്. ഡോക്ടർ കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞാൽ രാവിലെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് രാവിലെ കൊടുത്തു വിട്ടാൽ. ഇതൊക്കെ ഒരു സ്നേഹം. ഇതുണ്ടോ ജൈൻ്റ് ഐവറി. ഇത് നാഷണൽ റോസ് ഗാർഡനിലെ മാഡം എനിക്കായിട്ട് കൊടുത്തു വിട്ടതാണ് ഫെസ്റ്റിന് വയ്ക്കാനായിട്ട്. അപ്പോൾ അതൊരു സ്നേഹമാണ്. ഈ മാങ്ങ ഇതെല്ലാം നമ്മുടെ ഇവിടെ തന്നെ മാവുകളിൽ പിടിച്ച നാംഡോഗ്മായാണ്. നാംഡോഗ്മായി ഈ വർഷം നമുക്ക് ഇവിടെ ആൾക്കാർക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ടുണ്ടാവും. R2E2 ജംബോ റെഡ് എന്നും പറയും. ഇത് നല്ല മാങ്ങയാണ്. ഇത് ബനാന മാങ്കോ. പിന്നെ ഇത് പോട്ടർക്കോണം. ഇത് പഴുത്ത് വരുമ്പോൾ ഈ കളറായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തിരുവനന്തപുരത്തിൻ്റെ മാങ്ങ. പിന്നെ ഇതാണ് ഫേമസ് കാലാപ്പാടി. ഇത് ചിങ്കിരി എന്ന് പറയും. ചിങ്കിരി. നമ്മളിത് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ പരിചയപ്പെടുന്നത്. ഇതാണ് ഏറ്റവും ഫേമസ് ഹിമ പസന്ത്. ഏറ്റവും നല്ല മധുരവും നല്ല ഫ്ലേവറും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മാങ്ങയാണ് ഹിമ പസന്ത്. പിന്നെ ഇത് എല്ലാവർക്കും അറിയാം സിന്ദൂരം പോലെ, അതിനൊരു സിന്ദൂരത്തിന് നിറമുണ്ട്, അതാണ് സിന്ദൂരം. ഇത് ജ്യൂസിന് ഇപ്പോൾ നമ്മൾ മാമ്പഴ പായസമൊക്കെ വെച്ചേക്കുന്ന ഈ മാങ്ങയാണ്. ഇതാണ് മല്ലിക. ഇത് നമ്മളുടെ എല്ലാവർക്കും മല്ലിക അറിയാത്ത ആരുമില്ല. മല്ലിക ഭയങ്കര ടേസ്റ്റി മാങ്ങയാണ്. ഇത് കേസറാണ്. ഇത് കേസർ നല്ലോണം പഴുക്കണം. നല്ല പഴുക്കുമ്പോൾ നല്ല കളർ വരും. കേസറിന് നല്ല മധുരമാണ്. പഴുക്കാതെ കഴിക്കുകയും ചെയ്യരുത്, നല്ല പഴുക്കണം, ഈ കളർ വരണം. പിന്നെ ഇതാണ് നമ്മുടെ കോട്ടൂർക്കോണം. ഇത് നമ്മൾ ഈ കളർ കണ്ടാൽ ഇത് പഴുത്തിട്ടില്ല. അതാണ് ഇത് ഷെൽഫ് ലൈഫ് കൂടുതലുള്ളൊരു മാങ്ങയാണ് കോട്ടൂർക്കോണം. തിരുവനന്തപുരംകാരുടെ ഒരു ആരാധനയുള്ള മാങ്ങയാണ്. ഇതാണ് നമ്മുടെ പ്രിയൂര് തന്നെ 2 വെറൈറ്റി ഉണ്ട് ഇവിടെ നമുക്ക് ഇപ്പം. ഇത് കാലാപ്പാടി. ഇതാണ് നമ്മുടെ പഞ്ചവർണം. ഇത് ആണ് പഞ്ചവർണം. ഇതാണ് നമ്മുടെ കൊല്ലത്തിൻ്റെ കർപ്പൂരം. ഇത് നമ്മുടെ ചെറിയ കിളിച്ചുണ്ടൻ. ഇതൊക്കെ അപൂർവമായിക്കൊണ്ടിരിക്കുക. ഇപ്പം എല്ലാ വീട്ടുമുറ്റത്തും ഉണ്ടായിരുന്നതായിരുന്നു ഈ മാങ്ങകൾ. പക്ഷേ ഇത് പുഴുക്കേട് മറ്റുള്ളത് കൊണ്ട് ഇപ്പം. ഇത് നമ്പ്യാർ മാങ്ങ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഫെസ്റ്റിന് വയ്ക്കുമ്പോൾ ഇതുവരെ സെയിലിന് വയ്ക്കാൻ പറ്റിയിട്ടില്ല. ജഹാംഗീർ. ഈ വർഷം നമുക്ക് ഫെസ്റ്റിന് വയ്ക്കുന്ന ഒരുപാട് റിക്വസ്റ്റ് കൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം കുറേ മാങ്ങകൾ ഇവിടെ സെയിലിനുണ്ട്. ജഹാംഗീർ ഇപ്പോൾ ഒരെണ്ണമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റും. ജഹാംഗീർ നമ്മളുടെ തന്നെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുടംപുളി, വാളംപുളി, കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളുടെ തന്നെ കോഴിമുട്ട, താറാമുട്ട. ഇത് വെർജിൻ കോക്കനട്ട് ഓയിൽ.
ഇത് നമുക്ക് ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഇത് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് ഡയറക്റ്റ് കഴിക്കും ആൾക്കാർ. ഇതാണ് നമ്മുടെ വെച്ചൂർ പശുവിൻ്റെ നെയ്യാണ്, നാടൻ നെയ്യാണ്. പിന്നെ ഇത് നമ്മുടെ സാധാ നെയ്യാണ്. ഒരു വെറൈറ്റി, സംതിങ് ഡിഫറെൻറ്റ്. സ്വീറ്റാണ്, എന്നാൽ സ്വീറ്റിൻ്റെതായ ഒരു സ്വാധീനമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കൊള്ളാം. ഇല്ല, ഷുഗറില്ല. ഇത് മാമ്പഴത്തിൻ്റെ നമ്മൾ മാമ്പഴം പിഴിഞ്ഞ് അതിൻ്റെ അല അരച്ചെടുത്തിട്ട് നമ്മൾ വെയിലിൽ അല്ലെങ്കിൽ ഡ്രയറിൽ, ഞങ്ങൾ ഡ്രയറിലാണ് ചെയ്യുന്നത്, ഡ്രയറിൽ ഉണക്കിയെടുക്കുന്നത്. ഇത് വർഷങ്ങളോളം ഇരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് പാമ്പഴ പായസത്തിന് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഡെസേർട്ടിലൊക്കെ ഇത് ഉപയോഗിക്കാം. ഇത് എല്ലാവർക്കും നല്ലതാണ്, ട്രഡീഷണൽ സാധനമാണ്. ഇത് മായ, ഇതൊക്കെ നമുക്ക് ഈ പ്രാവശ്യമാണ് ഫെസ്റ്റിന് ഇത് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വെക്കാൻ പറ്റിയത്. ഇത് മുണ്ടപ്പ, ഇതൊരു പാലക്കാടിൻ്റെ ഒരു മാങ്ങയാണ് മുണ്ടപ്പ. നല്ല മധുരമാണ് പഴുത്താൽ. ഇത് ജലാലു. പിന്നെ ഇതും നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള മൂവാണ്ടൻ. ബങ്കനപ്പള്ളി, അൽഫോൺസോ, തമ്പൂരി മാങ്ങ എന്ന് പറയുന്നത്. ഇത് ബ്ലാക്ക് റോസ്. ഈ ബ്ലാക്ക് റോസ് ഒന്നും നമുക്ക് അങ്ങനെ ഫെസ്റ്റിന് വിൽപ്പനയ്ക്കായിട്ട് വെക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷേ ഇപ്പോൾ ഉണ്ട്, ബ്ലാക്ക് റോസ് ഉണ്ട്. അപ്പോൾ പലതരം മാങ്ങകൾ ഇവിടെ ഉണ്ട്. വെക്കേഷൻ ടൈമിൽ സ്കൂളൊക്കെ അടച്ചിരിക്കുമ്പോൾ വന്ന് കഴിക്കാൻ പറ്റുന്നത് നല്ല രസമായിരിക്കും. നല്ല നല്ല മാങ്ങകളുണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. ആദ്യമായിട്ട് ഇത്രയും കാണുന്ന മാങ്ങയൊക്കെ നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ മാംഗോ ഫെസ്റ്റ് നടക്കും. അപ്പോൾ ഇവിടെ പലതരം മാങ്ങ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ മാങ്ങ കൂടുതലും വേറെ വെറൈറ്റികളൊക്കെ അറിയാൻ പറ്റും. എല്ലാവരും വന്ന് കാണണം, നല്ല രസം. ഇതൊക്കെ വെറൈറ്റിയുള്ള മാങ്ങകൾ അറിയാൻ പറ്റും, കൂടുതലും മാങ്ങ കാണാൻ പറ്റും. 25-ാം തീയതി മുതൽ 29-ാം തീയതിയാണ്, 29-ാം തീയതി വരെയാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. എല്ലാ കുട്ടികളും വന്ന് കാണേണ്ടതാണ്. ഹായ്, എൻ്റെ പേര് വിസ്മയ. എൻ്റെ പേര് സന. അടിപൊളി പൊളി മാങ്ങയാണ് ഇവിടെ. ഇവിടെ ഭയങ്കര വെറൈറ്റിയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ കുറേ മാങ്ങയുണ്ട്, നല്ല ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും വീട്ടിൽ വരും, ഇങ്ങോട്ട് വന്ന് എൻജോയ് ചെയ്യുക. ഏപ്രിൽ 25 തൊട്ട് 29 വരെ ഉണ്ട്. എല്ലാവരും അടിച്ചു കയറി വന്നു. ലേഖ, ഞാൻ കരിങ്ങന്നൂർ നിന്നാണ്. ഫെസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. വർഷങ്ങളായി ഞങ്ങളിങ്ങനെ എല്ലാ വർഷവും ഫെസ്റ്റിന് വേണ്ടി നോക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. എല്ലാ മാങ്ങകളും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ എല്ലാം തൈകളും പർച്ചേസ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. ഇപ്പോൾ ഇവിടെ മാംഗോ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് 6ാമത്തെ വർഷമാണ്. ഉഷ ആൻറ്റിയുടെ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഈ കാണുന്ന മാങ്ങകൾ. ആൻറ്റിയുടെ ഒരുപാട് വീട്ടുകാരും മക്കളുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട സമയത്തിലും കൂടുതൽ ആൻറ്റി സ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും തോട്ടത്തിലാണ്. പുള്ളിയുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും വകവയ്ക്കാതെ ആൻറ്റി ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൊണ്ടുവരുന്ന ഫലമാണിത്. അപ്പോൾ അതിന് ഞങ്ങൾക്കത് പ്രത്യേക മധുരമാണ്. ഈ മാമ്പഴത്തേക്കായി മധുരമായിട്ട് ഞങ്ങൾക്കത് തോന്നുന്നുണ്ട്. വളരെ സന്തോഷമാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യും, ആ സന്തോഷം. ഞങ്ങൾക്ക് ഈ ചൂടിനെയൊക്കെ വകവയ്ക്കാതെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ആൻറ്റിയുടെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലം, ആ മധുരം നുണയാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം. ഇത്രയും വെറൈറ്റി മാങ്ങ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലും 10-18 ഐറ്റം ഉണ്ട്. എങ്കിലും അതിൽപരമായിട്ട് നല്ല ഫ്രൂട്ട്സ് കാണുന്നുണ്ട്. അതിൻ്റെ തൈകളൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല മാമ്പഴപ്പായസമായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. സൂപ്പറാണ്. ഞാൻ ഫാമുകളൊക്കെ ഒരുപാട് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് പല ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ്, ഒരു 10-12 ഐറ്റംസ് ഞങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ അതിന് ഫലങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. വിചാരിച്ചില്ല. നമ്മൾ കാണുന്ന ഒരു പലതരം വെറൈറ്റീസ് ഉണ്ട്, അതിൽ സിമിലാരിറ്റിയുടെ കുറേ എണ്ണം ഇതിനകത്തുണ്ട്. പക്ഷേ എങ്കിലും പിന്നെ പായസവും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്രത്യേക അനുഭവം, അതിലൊരു അനുഭൂതിയാണ്. പ്രകൃതി സ്നേഹികൾക്ക് എപ്പോഴും ചാരിതാർത്ഥ്യമുണ്ടാക്കുന്ന ഒരു സന്ദർശനം തന്നെയാണ് ബ്ലെയ്സിയുടെയും ജോർജിൻ്റെയും ഈ ശരിക്കും പറഞ്ഞ ഈ കണിയൊരുക്കൽ. ഇതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. നിർബന്ധമായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ്.
ഇതുവരെ ജീവിതത്തിൽ കാണാത്ത തരത്തിലുള്ള വിവിധ തരം മാങ്ങ, ജഹാംഗീർ മുതൽ നാട്ടുമാങ്ങ വരെയുള്ള എത്രയോ വെറൈറ്റി. നിർബന്ധമായിട്ടും അൽഫോൺസോയുടെ മധുരമറിയാവുന്നവർ കിളിച്ചുണ്ടൻ മാമ്പഴം, അങ്ങനെ തനതായ മലയാളക്കരയുടെ നാടൻ രുചിയേറുന്ന ഒന്നാന്തരം മാങ്ങാക്കൂട്ടം സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയാണ്. നിങ്ങൾക്കിവിടെ വന്നാൽ നിർബന്ധമായിട്ടും മനസ്സിനും ഒരു കുളിർമയുണ്ടാകും, നല്ല മധുരമേറുന്ന കുളിർമ. താങ്ക് യു. എൻ്റെ പേര് മുഹമ്മദ് മിൻഹാജ്. എൻ്റെ സ്വദേശം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ. ഞാൻ കൂടുതലും കിഴങ്ങ് വിള കൃഷി, അതായത് ചേന, കാച്ചിൽ, ചേമ്പ്, കൂവ, അങ്ങനെ. മുമ്പ് ജില്ലാ തലത്തിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്, യുവ കർഷകൻ, പിന്നെ അതുപോലെ ഗ്രാമപഞ്ചായത്തിൽ അവാർഡുകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അത് ഈ വർഷം ഹരിതശ്രേഷ്ഠ അവാർഡ് തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ നന്ദിയുണ്ട്. ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ പല മാമ്പഴ ഫെസ്റ്റുകളും സന്ദർശിച്ചിട്ടുണ്ട്, പക്ഷേ അത്രത്തോളം കൂടുതൽ വെറൈറ്റികൾ ഞാൻ കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ അതിലെല്ലാം ഉപരിയായിട്ട് സ്വന്തം നേരിട്ട് ഫാമിൽ നിന്ന് ഇവർ ഉൽപ്പാദിപ്പിച്ച മാങ്ങകൾ ഇവിടെ എത്തിക്കുന്ന അതിൽ കൂടുതൽ സന്തോഷം. മേഡത്തിനെ കുറിച്ച് എനിക്ക് മുമ്പ് കൂടുതലായി അറിയാം. ഒത്തിരി അവാർഡുകളൊക്കെ വാങ്ങിച്ച് എല്ലാ രംഗത്തും സജീവമായി നിൽക്കുന്ന ഈ പ്രായത്തിലും സജീവമായി നിൽക്കുന്ന ഒരു തീർച്ചയായും ഒത്തിരിയാണ്. നമുക്ക് രാവിലെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കുറേ വെറൈറ്റീസ് ഓഫ് മാങ്ങകൾ കാണാനും വാങ്ങിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എല്ലാവരും വന്നിട്ട് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത്, മാങ്ങേനെ പറ്റിയിട്ടാണെങ്കിലും നമ്മുടെ ഫെസ്റ്റിനെ പറ്റിയിട്ടാണെങ്കിലും എല്ലാം. എല്ലാവരും വന്നാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്ര നല്ല മാങ്ങകളൊക്കെ കാണാനും വാങ്ങിക്കാനും. ഫെസ്റ്റിന് വരുന്നവരും കാത്ത് എല്ലാ മാവിലും മാങ്ങയുടെ പരാതി തീർക്കാനായിട്ടാണ്. അതുകൊണ്ട് എല്ലാം നമ്മുടെ ബനാന മാങ്ങ ഉൾപ്പെടെ കായുള്ള തൈകൾ കായ്ച്ചു നിൽക്കുന്നുണ്ട്. നാംടോക്മായി, നമ്മുടെ സൂപ്പർ ക്യൂൻ, കാലാപ്പാടി, ഇതോ ഉണ്ടോ വലിയ വലിയ മാങ്ങകൾ. ഇത് വേണം 3 ടേസ്റ്റ്, അത് ഫുള്ള് വലിയ മാവാ. വലിയ മാവാണ്. മാങ്ങണ്ടല്ലേ തൈയുടെ ചൂട്ടിലൊക്കെ മാങ്ങ കിടക്കുന്നു വീഴുന്നു. അതെ, അതാണ്ടേ. സാർ ഫെസ്റ്റൊക്കെ എങ്ങനെ പോകുന്നു? നല്ല ഇതിൽ പോകുന്നില്ലേ? ഓക്കെ, ഇത് നോക്കിയേ, കണ്ടോ ബനാന മാങ്കോ നല്ല തൈ അല്ലേ? നല്ല കടവണ്ണുള്ള നല്ല തൈ, നല്ല തൈ, വലിയ തൈ. ഓക്കെ, അതിന് ആംടോക്കുമായി ഇതോ ബനാന മാങ്ങയുടെ ഒരു വലിയ വലിയ പ്ലാന്റ് അവിടെ ഉണ്ട്. നിറച്ച് മാങ്ങയുള്ളത് ഉണ്ടോ? ഓക്കെ, നിറച്ച് മാങ്ങയുള്ളത്. അകത്തേക്ക് പോകണമെങ്കിൽ അല്ലേ എല്ലാത്തിനകത്ത് ഓൾമോസ്റ്റ് എല്ലാത്തിനകത്തും കായുള്ളത്. പിന്നെ മൾട്ടിഗ്രാഫ്റ്റ് കായ്ച്ചതുണ്ട്. ഓക്കെ, മൾട്ടിഗ്രാഫ്റ്റിൻ്റെ ഉണ്ട്, കായ്ച്ച പ്ലാന്റ് ഉണ്ട്. ഒരു മാവിൽ 5-6 വെറൈറ്റി അല്ലേ? 6 വെറൈറ്റി 7 വെറൈറ്റി വരെ ഉള്ളത്. 7 വെറൈറ്റി വരെ ഉണ്ട്. ഇത് മൾട്ടിഗ്രാഫ്റ്റ് ആണ്. പിന്നെ ആ സൈഡിൽ മൊത്തം മൾട്ടിഗ്രാഫ്റ്റാണ്. ഓക്കെ, മൾട്ടിഗ്രാഫ്റ്റ് ഒത്തിരി ആവശ്യക്കാരുണ്ടല്ലേ? ഉണ്ട്. ഈ തീരെ സ്ഥലമില്ലാത്തവർ എനിക്ക് 2-3 വെറൈറ്റി ഒരു മാവിൽ കിട്ടണം, ഒരു ഡ്രമ്മിൽ വെച്ചാൽ അത് അവർക്ക് ആവശ്യമുള്ളത്. കണ്ടില്ലേ, ഇത്രയും ഏരിയയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? അവിടെ എല്ലാം മാങ്ങയുള്ളതാ. ഓക്കെ, അങ്ങോട്ടെല്ലാം അകത്തോട്ടെല്ലാം ഇതാണ്. എല്ലാം നല്ല നല്ല ക്വാളിറ്റിയുള്ള എല്ലാ കാഴ്ച നിൽക്കുന്ന തൈകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. തൊട്ടപ്പുറത്തെ സ്ഥലത്തും നമുക്ക് ഫുള്ള് അവിടെ ഉണ്ട്, ടെറസിന്റെ മുകളിലുണ്ട് അല്ലേ? അല്ല, നമ്മൾ അന്ന് പോയി എടുത്തില്ലേ, അവിടെ അവിടുന്ന് കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, അവിടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും ഇത്തവണ എന്തോ തൈകളായാലും മാമ്പഴമായാലും നല്ല സ്റ്റോക്ക് ഉണ്ട്. ഇത് തൈ മാങ്ങ പിടിച്ചെല്ലാം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഫെസ്റ്റിന് വന്നിട്ട് ആരും നിരാശപ്പെട്ടു പോവില്ല അല്ലേ? ഈ പ്രാവശ്യം എല്ലാവർക്കും സംതൃപ്തിയോട് മാങ്ങയുള്ളത്. ഇപ്പൊ ചക്കരക്കുട്ടിയാണ് ഇഷ്ടംപോലെ കാഴ്ച ഒരുപാട് പ്ലാൻ ഉണ്ട്, ഇഷ്ടംപോലെ പ്ലാൻ. അത് കുറച്ചൊക്കെ സോൾഡാ, അവര് വിളിച്ച് പറഞ്ഞ് പേയ്മെന്റ് ചെയ്തു എടുത്തു വെച്ചേക്കുന്നതാ, ഇട്ട് സോൾഡ് അവരുടെ നമ്പർ എഴുതിയിട്ടേക്കുന്നത്. അത് അവര് മേടിച്ചതാണ്. നല്ലതുകൊണ്ട് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്തവണ എന്തായാലും നമ്മൾ അല്ലേ രണ്ട് കൽപ്പിച്ചാണ് അതെ അതെ അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫെസ്റ്റിന്റെ കാര്യങ്ങൾ. മാക്സിമം എന്താ ഇനി ഒരു എത്ര സമയം? 29-ാം തീയതി 29-ാം തീയതി അല്ലേ? ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി വൈകിട്ട് 8 മണി വരെ ഉണ്ട്. ഓക്കെ, 8 മണി വരെ ഉണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ എപ്പോഴും ആളുണ്ടാവും അല്ലേ? ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടൈം നോക്കേണ്ട 8 മണി വരെ ഉണ്ട്. ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എന്തായാലും നല്ലൊരു തിരക്കുണ്ടാവും അല്ലേ? അത് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് അല്ലേ? അവധി ദിവസങ്ങൾ കൂടുതലായിട്ട് നമ്മളൊരു എന്തായാലും ഒരു വീക്കെൻഡ് വെക്കും. അതെ അതെ, കാരണം എന്താ ഒരുപാട് പേർക്ക് വരാനുള്ള സൗകര്യത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫെസ്റ്റ്. മാക്സിമം എങ്ങനെയെങ്കിലും എത്തിച്ചേരാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നേരിട്ട് തന്നെ വരിക. ഇഷ്ടമുള്ള തൈകളെല്ലാം നോക്കിയെടുക്കാനുള്ള അവസരമുണ്ട്. ഫ്രൂട്ട്സ് പ്ലാന്റും എല്ലാം ഉണ്ട്, എല്ലാം കായുള്ളത് തന്നെയുണ്ട്. ഓക്കെ, എല്ലാം നല്ല തൈകളാണ് അല്ലേ? ഇനി തീരുന്തോറും നമ്മൾ കൊണ്ടുവന്നോണ്ടിരിക്കും അല്ലേ? ഇഷ്ടംപോലെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, നമ്മുടെ തൊട്ടടുത്ത് അല്ലേ? അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലേ? പിന്നെ പാലക്കാട് നിന്ന് ഇന്നലെ വന്നു, ഇനിയും വരും. ഇനി ലോഡ് വരും, തീർന്നാൽ അവിടെ നിന്ന് ഒന്നുകൂടെ വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. മാക്സിമം വന്നിട്ട് ഈ ഫെസ്റ്റിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും കഴിയുന്ന അത്രയും പേര് ഈ ഫെസ്റ്റിലേക്ക് വരിക അല്ലേ? പങ്കെടുക്കുക അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ.